ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി ആകെ ദേഷ്യത്തിലിരിക്കുന്ന കണ്ടുകൊണ്ട് അനു ചോദിക്കുന്നു, എന്താ മാഡം രാവിലെ തന്നെ ഓരോ കേസും കൊണ്ട് വന്നോളും മനുഷ്യൻ്റെ സ്വസ്ഥത കളയാൻ. അല്ലാതെ തന്നെ ഞാനിന്നൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. അനു കണ്ടതല്ലേ വിഷ്ണുവേട്ടന്? അനു പറയുക, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി മാഡം. വിഷ്ണു സാറിനെ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ വിഷ്ണുവേട്ടൻ ആ ഒരു തസ്തികയിൽ വരുമെന്നുള്ള ഒരു സൂചന പോലും കിട്ടിയില്ലേ അനു? മാഡം, അത് കരാറടിസ്ഥാനത്തിലുള്ള നിയമനമല്ലേ? അതാണെങ്കിൽ പുറത്ത് പ്രൈവറ്റ് സിസ്റ്റത്തിലാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് മാഡം നമ്മൾ അറിയാതെ പോയത്. നമ്മുടെ വിഷ്ണു വളരെ കൂളായിട്ട് ആ കാറൊക്കെ നിന്ന് അങ്ങോട്ട് തുടയ്ക്കുവാണ്. അപ്പോഴാണ് ADM ജോണും കൂടെ വന്ന അയാളും കൂടെ അങ്ങോട്ട് വരുന്നത്. അവിടെ നിന്നുകൊണ്ട് അവർ പറയുന്നുണ്ട്, കളക്ടറെ മുട കാണിക്കുന്നതാ, എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ ADM ജോൺ പറയുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ ആ കാറ് തുടയ്ക്കുന്ന കണ്ടുകൊണ്ട് ADM ചോദിക്കുന്നു, ഇതേതാ പുതിയ അവതാരം? അപ്പോൾ കൂടെ നിൽക്കുന്ന ആളിങ്ങനെ നല്ലതുപോലെ ആലോചിച്ചിട്ട്, അയ്യോ ഇത് വിഷ്ണു അല്ലേ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഇതെന്താ വിഷ്ണു ഈ വേഷത്തിൽ? അതെ, ഞാനിവിടുത്തെ ഡ്രൈവറാ. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ വിഷ്ണു. കളക്ടറെ ഭർത്താവ് കളക്ടറെ വാഹനത്തിൻ്റെ ഡ്രൈവറോ? അത് അവിടെ നിന്ന് ADM കേൾക്കുന്നുണ്ട്. ആഹാ, അത് കൊള്ളാമല്ലോ, ഭാര്യയ്ക്ക് ഡ്രൈവർ ഭർത്താവോ? അപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് കളക്ട്രേറ്റ് പതിച്ചെടുക്കാനുള്ള വരവാണല്ലേ? ഇത് ഞാൻ കലക്കി കുഴച്ച് മറിച്ച് കയ്യിൽ തരാം എന്നിങ്ങനെ ജോൺ എബ്രഹാം മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തുക. കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മ രാവിലെ കാപ്പി കുടിക്കാൻ വന്നവർക്കുള്ള പലഹാരവും ചായയൊക്കെ ഇങ്ങനെ വിളമ്പുന്നുണ്ട്. ശാരികയെ സഹായത്തിന് നിൽക്കുന്നു. ആ സമയത്ത് കുറുപ്പ് സാർ അങ്ങോട്ട് വരുന്നുണ്ട്. ശാരദാമ്മ, ശാരിക വന്നു എന്നറിഞ്ഞ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ശാരിക അടുത്ത് വന്ന് സന്തോഷത്തോടെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. മോക്ക് സുഗന്ധനല്ലേ? അതേ കുറുപ്പ് സാറേ എന്ന് ശാരികയും പറയുന്നുണ്ട്. രാജീവ് എന്ത് പറയുന്നു? എന്നെ എപ്പോൾ കണ്ടാലും സംസാരിക്കാതെ വിടില്ല. സ്നേഹവും ബഹുമാനവും ഒക്കെയുള്ള ഒരാളാ. മോടോടിവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ആളിപ്പോൾ വിദേശത്താ. അതെ, അറിവുള്ളവർക്ക് ലോകം മുഴുവൻ പറക്കാൻ പറ്റും. അങ്ങനെ പറക്കട്ടെ, അതിൻ്റെ ഗുണവും നിങ്ങൾക്ക് അനുഭവിക്കാമല്ലോ. ശാരദാമ്മ പതുക്കെ പുറൂർത്തുകൊണ്ട് പറയുന്നു, അതെ അതെ, അനുഭവം കൂടിയിട്ടാ അവളോട് വന്ന് നിൽക്കുന്നത്. ശാരദാമ്മ, ഒരു ചായ എടുത്തോ, മധുരം ആ വഴിക്കൂടെ പോലും പോവണ്ട കേട്ടോ. കുറുപ്പ് സാറ് പറയുന്നു, കായൽ തീരത്ത് നല്ല ജനക്കൂട്ടം. അത് കേട്ടിട്ട് ശാരിക ചോദിക്കുന്നു, അതെന്താ സാറേ, വല്ല സിനിമ ഷൂട്ടിംഗുകാരും വന്നോ? ഞാനും ആദ്യം അങ്ങനെ തന്നെ കരുതിയത്. എന്നാൽ ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജഡം. കുറുപ്പ് സാർ അങ്ങനെ പറയുകയും ശാരദാമ്മ കൊണ്ടുവന്ന ചായ പൊത്തോന്നങ്ങ് താഴെ വീഴുവാണ്. ശാരദാമ്മ എന്നിട്ട് ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുവാണ്. കുറുപ്പ് സാർ അത് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ശാരിക പറയുന്നു, അമ്മ ഞാൻ വൃത്തിയാക്കിക്കോളാം, എന്തായാലും ചില്ല് കാലിൽ തറയ്ക്കണ്ട, അമ്മ അങ്ങോട്ട് മാറ് എന്നും പറഞ്ഞ് ശാരിക അത് തുടച്ച് മാറ്റുവാണ്. കുറുപ്പ് സാറ് വീണ്ടും പറയുക, ഏതോ നല്ല വീട്ടിലെ പയ്യനാന്നാ തോന്നുന്നത്. പാൻറ്റും ഷർട്ടുമാണ് വേഷം. ആരോ കൊന്നിട്ടതാണെന്നൊക്കെയാ കൂടി നിൽക്കുന്നവർ പറയുന്നത്. പോലീസും പോലീസ് നായും ഒക്കെ വന്നിട്ടുണ്ട്. തലയിൽ എന്തോ കൊണ്ട് അടിച്ച പോലൊരു മുറിവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശാരദാമ്മ അപ്പോൾ നസീർ അവിടെ തലയടിച്ച് വീണതും രക്തം ചെതറിയതും ഒക്കെ ശാരദാമ്മയുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുവാണ്. ഞാൻ അടുത്തോട്ടെങ്ങും പോയില്ല. എനിക്കിങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ പണ്ടേ എനിക്ക് പേടിയാണ്. കുറുപ്പ് സാർ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ശാരദാമ്മയ്ക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ശാരദാമ്മയാണെങ്കിൽ നിലാവത്തഴിച്ച് വിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ നടന്നു പോവാം. അത് കണ്ടുകൊണ്ട് കുറുപ്പ് സാർ ചോദിക്കുന്നു, അല്ല ശാരദാമ്മ, എനിക്ക് ചായ. മോളെ ശാരി, സാറിന് ചായ ഒഴിച്ചു കൊടുക്ക് എന്നും പറഞ്ഞ് ശാരദാമ്മ പുറത്തോട്ടങ്ങ് പോവുക. ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് ശാരദാമ്മ അങ്ങ് പേടിച്ചു പോയി. ഇത്തരം വാർത്തകൾ കേൾക്കാനും കാണാനും ഒന്നും ആ പാവത്തിന് കഴിയില്ല എന്നൊക്കെ കുറുപ്പ് സാർ ശാരികയോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ശാരദാമ്മ ഓടി വന്ന് ഗോപാലേട്ടനോട്, ഗോപാലേട്ട ശവമോ? അതെ, നസീറിൻ്റെ ശവം പൊങ്ങിയിട്ടുണ്ടെന്ന്. പോലീസും പോലീസ് നായും ഒക്കെ വന്നിട്ടുണ്ട്. ഗോപാലേട്ടൻ പറയുന്നു, അതിന് നീ എന്തിനാ ശാരദ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങോട്ട് ഒരു പോലീസ് നായ ഓടിക്കയറാൻ പോകുന്നില്ല. ഇതാ നസീറിൻ്റെ ബോഡിയാന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അപ്പോൾ പിന്നെ കായലിൽ പൊങ്ങിയ ബോഡി ആരുടേതാ ഗോപാലേട്ട? എൻ്റെ ശാരദയെ, അത് വേറെ പലരുടേതോ ആയിരിക്കും. എന്നോട് സത്യം പറ ഗോപാലേട്ട, നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? കായലിൽ ഒഴുക്കിയില്ലെങ്കിൽ പിന്നെ കുഴിച്ചിട്ടോ? ശാരദയെ അത് എന്നും പറഞ്ഞ് ഗോപാലേട്ടന് ദേഷ്യം വരുന്നുണ്ട്. ശാരദ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വേണ്ട, എനിക്ക് വേറൊന്നും കേൾക്കണ്ട. അതെന്ത് ചെയ്തെന്ന് പറ ഗോപാലേട്ട. ഗോപാലേട്ടൻ അത് പറയാതെ ഇനി ഞാൻ എങ്ങോട്ടും പോകത്തില്ല. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ശ്യാമ നല്ല സന്തോഷത്തോടെ ചിരിച്ചോണ്ട് അവരുടെ അടുത്തോട്ട് വരുവാണ്. എന്തുവാ, അച്ഛനും അമ്മയും കൂടെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ എന്ന് ശ്യാമ അവരോട് ചോദിക്കുക.
ശാരദാമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. നീ എന്താ ശ്യാമേ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ വന്നത്? അതെ, ശാരികേച്ചി വന്നെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി ഓടി വന്നതാ അമ്മേ. അമ്മേ ശാരികേച്ചി എന്തിയേ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയ്ക്ക് കിളി പോയതുപോലെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് വല്ല സുഖമില്ലയോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുമ്പോൾ ഗോപാലേട്ടൻ പറയുന്നുണ്ട്, ഏയ് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, മോൾ ശാരി അകത്തുണ്ട്, മോൾ അങ്ങോട്ട് ചെല്ല്. ശാരിക ശ്യാമയെ കണ്ടിട്ട് ശ്യാമേ എന്ന് വിളിച്ച് സന്തോഷത്തോടെ ഓടി വരുവാണ്. അയ്യോ വല്യേച്ചി എന്നും പറഞ്ഞ് ശ്യാമയെ ഓടിപ്പോയി അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുവാണ്. മക്കൾ രണ്ടുപേരും അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന കണ്ടിട്ടും ശാരദാമ്മയാകെ ഇങ്ങനെ വിഷമത്തിൽ നിൽക്കുക. അത് കണ്ടിട്ട് ഗോപാലേട്ടൻ ദേഷിച്ച് നോക്കുന്നുണ്ട് ശാരദാമ്മ. ശാരദാമ്മ പറയാം, തീയിൽ ചവിട്ടിയതുപോലെ നിൽക്കുക ഗോപാലേട്ട, ഞാൻ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി എനിക്കത് അറിഞ്ഞാൽ പറ്റൂ ഗോപാലേട്ട, ഇല്ലെങ്കിൽ ആദ്യം പിടിച്ച് ഞാൻ ചത്തുപോ എന്നിങ്ങനെ പറയുമ്പോൾ കുറുപ്പ് സാർ അവിടെ വന്നിട്ട് ശാരദാമ്മയെന്ന് വിളിക്കുന്നു. അബൂബക്കർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ നിൽക്കുന്ന കോൺസ്റ്റബിളിനോട് പറയുന്നു, ഞാൻ അബൂബക്കറാണ്, IG ഹമീദിനെ ഒന്ന് കാണണം, അബൂബക്കർ വന്നെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചോദിച്ചിട്ട് പറയാം, നിങ്ങളുടെ വെയിറ്റ് എന്നും പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. സാറേ അബൂബക്കർ എന്നും പറഞ്ഞ ഒരാൾ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അബൂബക്കറോ? അതെ സാർ. എന്നാൽ വരാൻ പറ. അങ്ങനെ അബൂബക്കർ വലിയ ഗൗരവത്തോടെ IG മുന്നിലോട്ട് വരുവാണ്. IG ഒരു വിഷമത്തോടാണ് അബൂബക്കറെ നോക്കുന്നത്. അബൂബക്കർ IG പറയുക, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് തനിക്കറിയാം, എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. എടോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്വേഷിച്ചു, നസീറിൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പല രീതിയിൽ പറഞ്ഞ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും താമസിക്കാൻ സാധ്യതയുള്ള വീടുകളും എല്ലാം അന്വേഷിച്ചു. പക്ഷേ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എവിഡൻസും എങ്ങൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ തൻ്റെ മകൻ്റെ ചില ഇല്ലീഗൽ ആക്ടിവിറ്റിയും ചില ബന്ധങ്ങളും ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുമുണ്ട്. ഇനി അതും പിടിച്ചോണ്ട് പോകുമ്പോഴേ കേസ് മറ്റേതെങ്കിലും വഴിക്ക് പോകാനാ സാധ്യത. ഞാനിപ്പോഴിങ്ങോട്ട് വരുന്നതേ കായൽക്കരയിൽ അടിഞ്ഞിരിക്കുന്ന ഒരു മൃതദേഹം കണ്ടിട്ട എന്നിങ്ങനെ അബൂബക്കർ പറയുക. ബോഡി അവൻ്റെ തന്നെ ആണോന്ന് തൻ്റെ പോലീസുകാർക്കൊരു സംശയം. എന്നാൽ ഞാൻ പോയി നോക്കി, അത് അവൻ്റെ ബോഡി അല്ല. അതിലൊരാശ്വാസം എനിക്കുണ്ടായി. എങ്കിലും അതിലൊരു കാര്യം എനിക്ക് ഉറപ്പായി, എൻ്റെ മോൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. അബൂബക്കർ വിങ്ങിപ്പൊട്ടി കരയുവാണ് IG മുന്നിലിരുന്നു. ഇല്ലെങ്കിൽ ഇതിനകം വെച്ച് അവൻ എന്തുവായാലും എൻ്റെ അടുത്ത് എത്തിയാനെ. ഈ ഒരു കേസിൻ്റെ കാര്യത്തിൽ എനിക്കും സങ്കടമുണ്ട് എന്ന് IG പറയുന്നു. ഇങ്ങനെ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരുന്നിട്ടും തനിക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്നിങ്ങനെ IG പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അബൂബക്കർ ചാടി എഴുന്നേറ്റിട്ടൊരു ചാട്ടം. താൻ എന്താണോ പിന്നെ വിഷ്ണുവിൻ്റെ പുറകെ കേസും കൊണ്ട് പോകാത്തത്? അത് കേട്ടിട്ട് IG ചോദിക്കുന്നു, അതിന് വിഷ്ണുവിനെ സംശയിക്കാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ തന്നെ വിഷ്ണു നസീറിനെ കൊല്ലേണ്ട കാര്യം എന്താണ്? അന്ന് രാത്രി നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പോയപ്പോഴാണല്ലോ പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. ആ വീട്ടിൽ നസീർ ചെന്നിട്ടുണ്ടെന്ന് നസീർ ഫോൺ ചെയ്ത് വെച്ച് എനിക്ക് മനസ്സിലാക്കാം. നസീറിൽ നിന്നും നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ശ്രമത്തിനിടയിലാണ് എൻ്റെ മകൻ മരണപ്പെട്ടതെങ്കിലോ? അങ്ങനെ ആകാലോ. ഈ കുടുംബശ്രീ ശാരദയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഉണ്ടെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അവിടെ തീർച്ചയായിട്ടും ഒരു അടിപിടിയോ മൽപ്പിടുത്തവോ ഉണ്ടാകാതിരിക്കത്തില്ലല്ലോ. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ മകൻ നസീറിന് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിലോ? IG ചോദിക്കുന്നു, സംശയമല്ലേ? ഇതൊക്കെ ഉറപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? എടോ തെളിവില്ലെങ്കിൽ താൻ തെളിവുണ്ടാക്കണം. തന്നെ ആരോടോ പോലീസിലെടുത്തത്? ആ വിഷ്ണുവിനെ പിടിച്ച് ജയിലിലിട്ടിട്ടേ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാ സത്യങ്ങളും അവൻ തുറന്നു പറയും. ഇല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കണം. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഇതിനകത്ത് അവന് വ്യക്തമായ പങ്കുണ്ട്. ഈ സമയം സ്കൂളിൽ സത്യയും പപ്പിയും കൂടെ വിഷ്ണുവിനെ കാത്തു നിൽക്കുക. സത്യ ചോദിക്കുന്ന പപ്പിയോട്, എന്താ പപ്പി ഇതുവരെയായിട്ട് അച്ഛൻ വന്നില്ലല്ലോ? അത് സത്യ, വിഷ്ണു അച്ഛന് ചിലപ്പോൾ ഓട്ടം കിട്ടിക്കാണും. എന്നാലും താമസിക്കുന്നത് ശരിയാണോ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. അപ്പോഴങ്ങോട്ടൊരു ഓട്ടോയിൽ നമ്മുടെ രാഘവേട്ടൻ അങ്ങോട്ട് വരുവാണ്. പപ്പിമോൾ അത് കണ്ടിട്ട് സന്തോഷത്തോടെ പറയാം, സത്യേ ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ആരാ വരുന്നതെന്ന് കണ്ടോ? രാഘവേട്ടൻ അടുത്തോട്ട് വരുന്നതും പപ്പിമോളും സത്യമോളും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് അച്ചച്ചാന്ന് വിളിക്കുവാണ്. പപ്പി രാഘവേട്ടനോട് ചോദിക്കുന്നു, അച്ചച്ചൻ എന്താ ഇവിടെ? അതേ, എൻ്റെ മക്കളുമാരെ ഒന്ന് കാണാൻ വന്നതാ. രണ്ടുപേരുടെ നിപ്പേ അച്ചച്ചനിങ്ങനെ നോക്കി കാണുമായിരുന്നു. മക്കളുമാർ വളർന്ന് വലുതാവുമ്പോഴും ഈ സ്നേഹമൊക്കെ കാണണം കേട്ടോ. പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം. അച്ചച്ചൻ സംശയിച്ച മക്കളെ ഇങ്ങോട്ട് വന്നത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മക്കളുമാരിവിടുന്ന് പോയി കാണുമോയെന്ന് പപ്പി ചോദിക്കുന്നു. അച്ചച്ചൻ ഇപ്പം എന്തിനാ വന്നേ? അതേ, എനിക്ക് നിങ്ങളെ കാണണമെന്ന് അച്ചാച്ചനൊരു വലിയ ആഗ്രഹം.
അപ്പം തന്നെ അച്ചാച്ചനൊരു ഓട്ടോ പിടിച്ചിങ്ങി പോന്ന്. അല്ല, ഇനിയിപ്പം നിങ്ങൾ എങ്ങനെയാ പോകുന്നത്? സത്യം പറയാം, അതെ, അച്ഛൻ ഓട്ടോയായിട്ട് വരും. രാഘവേട്ടൻ അത് കേട്ടിട്ട് അച്ഛൻ എന്നും വന്ന് ഞങ്ങളെ കൊണ്ടുപോകുമല്ലോ എന്നിങ്ങനെ സത്യ പറയുവാണ്. പെട്ടെന്ന് രാഘവേട്ടൻ ഓർക്കുന്നു, സത്യയുടെ അച്ഛൻ ദുബായിലെങ്ങാണ്ടല്ലേ, പിന്നെ ഓട്ടോ ഓടിക്കുന്നെന്ന് പറയുന്നത് ആരെയാ? അപ്പോൾ ഓട്ടോശ്രീ വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. സത്യമോള് പറയുന്നത്, അതുകൊണ്ട് അച്ഛൻ്റെ ഓട്ടോ വരുന്നുണ്ടല്ലോ. രാഘവേട്ടൻ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, ഇത് വിഷ്ണുവിൻ്റെ ഓട്ടോയാണല്ലോ, ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തായാലും വിഷ്ണു ഇപ്പം എന്നെ കാണണ്ട. രാഘവേട്ടൻ കുഞ്ഞുങ്ങളോട് പറയുന്നു, മക്കളെ, അച്ചാച്ചൻ വന്ന കാര്യമേ വിഷ്ണുവിനോട് പറയണ്ട, അച്ചാച്ചൻ അപ്പുറത്ത് നിൽക്കുക കേട്ടോ എന്നും പറഞ്ഞ് രാഘവേട്ടൻ അവിടെ മറഞ്ഞു നിൽക്കുവാണ്. വിഷ്ണുവിന് പകരം കമലനാ വന്നത്. അത് കണ്ടപ്പോൾ രണ്ടുപേരുടെ മുഖം അങ്ങ് വാടി. എന്താ അച്ഛൻ വരാഞ്ഞത്? കമലൻ പറയുക, അച്ഛനെ ഒരു പുതിയ ജോലി കിട്ടി, അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഞാനായിരിക്കും. നിങ്ങളുടെ കമലനങ്കിൾ എന്നും പറഞ്ഞ് പപ്പിയുടെയും സത്യയുടെയും സ്കൂൾ ബാഗൊക്കെ എടുത്ത് കമലൻ എങ്ങനെ തോളിലൊക്കെ മാട്ടിയിടുന്നുണ്ട്. സത്യ പറയുക, ഞങ്ങൾ വരുന്നില്ല. ആഹാ, അത് കൊള്ളാമല്ലോ. അതെന്താ? അതെ, അച്ഛനുമായിട്ടൊരു സ്ഥലം വരെ പോകാനായിട്ട് ഞങ്ങൾ ഇരുന്നതാ. രാഘവേട്ടൻ അത് കേട്ടിങ്ങനെ സന്തോഷത്തോടെ ചിന്തിക്കുവാണ്. അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാ, എൻ്റെ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ. ഇതിപ്പം തന്നെ ഫാമയെ അറിയിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകുമല്ലോ. അതിനെന്താ ദൈവമേ ഒരു വഴി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കമലൻ പറയാം, എന്നാൽ നിങ്ങൾ അച്ഛനോട് ഫോണിൽ സംസാരിച്ചോ എന്നും പറഞ്ഞ് കമലൻ വിഷ്ണുവിന് ഫോൺ ചെയ്തിട്ട് പറയുന്നു, സത്യമോളുടെ ഭയങ്കര വഴക്കാണ്, ആശാനൊന്ന് സംസാരിച്ചേ. അതാണ്ട് ഞാൻ സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്, ആശാൻ തന്നെ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രാഘവേട്ടൻ എന്താണ്ട് ചെവിയൊക്കെ കൂർത്ത് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാണ്, എന്തുവാ പറയുന്ന കേൾക്കാനായിട്ട്. ആശാനെ കാണാഞ്ഞതാണ്ട് സങ്കടപ്പെട്ട് നിൽക്കുക സത്യമോള്. വിഷ്ണു ഫോണിൽ കൂടെ സത്യക്കുട്ടി എന്നിങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ രാഘവേട്ടൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. അച്ഛൻ്റെ ചക്കരക്കുട്ടി പിണങ്ങി നിൽക്കുക, അച്ഛന് ജോലി തിരക്കുള്ളതുകൊണ്ടല്ലേടാ വരാഞ്ഞത്. നല്ല കുട്ടിയല്ലേ എൻ്റെ സത്യമോള്, അച്ഛൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കറങ്ങാൻ പോ കേട്ടോ. ഇപ്പോൾ എൻ്റെ സത്യമോള് കമലിന് അങ്കിളിനോട് പോ, അച്ഛൻ്റെ തങ്കക്കുട്ടിയല്ലേ, അച്ഛൻ്റെ പൊന്നുമോളല്ലേ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വിളിക്കുന്നു. എന്നാൽ ശരി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ട് രാഘവേട്ടൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ മതിമറന്ന് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് പോകാം, കമോൺ ഗൈസ് എന്നും പറഞ്ഞിങ്ങനെ കമലൻ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആ ജനലരികിൽ നിൽക്കുന്ന രാഘവേട്ടനെയാണ് കാണുന്നത്. കമലൻ രാഘവേട്ടനെ വിളിക്കുന്നു, ഇങ്ങ് പോരെ, എന്തിനാ അവിടെ നിൽക്കുന്നേ? എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ അനുഭൂതി രാഘവേട്ടൻ ഇങ്ങനെ പയ്യെ നടന്നിങ്ങോട്ട് വന്ന് സത്യമോളെ അങ്ങ് നോക്കുവാണ്. കുഞ്ഞിൻ്റെ കാലിനകം തൊട്ട് കുഞ്ഞിൻ്റെ ശിരസ് വരെ നോക്കുവാണ്. എത്ര നോക്കിയിട്ട് രാഘവേട്ടന് മതി വരുന്നില്ല. ഇങ്ങോട്ട് വാ മോളെ എന്നും പറഞ്ഞ് പരിസരം മറന്ന് നമ്മുടെ രാഘവേട്ടൻ സത്യമോളെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുക. എന്തിനാ രാഘവേട്ടൻ കരയുന്നതെന്ന് മനസ്സിലാകാതെ കമലനും ഇങ്ങനെ നോക്കി നിൽക്കുക. സത്യമോടെ കണ്ണും മുഖവും നെറ്റിയും പുരികം തലമുടി എന്ന് വേണ്ട എല്ലാം ഇങ്ങനെ രാഘവേട്ടൻ തലോടുവാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നു, അറിഞ്ഞില്ലല്ലോ പൊന്നുമോളെ, നീ എൻ്റെ വിഷ്ണുവിൻ്റെ ചോരയാണെന്ന്. എനിക്ക് ഇതുവരെയും മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ മോളെ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാഘവേട്ടനെ കരയുവാണ്. കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും സത്യമോളെ കെട്ടിപ്പിടിച്ചങ്ങ് മുത്തം കൊടുക്കുക. കമലനും സത്യമോക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. സത്യമോളും ഇങ്ങനെ അന്തിച്ച് നോക്കുക, മുത്തശ്ശൻ എന്താ സത്യെ തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത്. കമലൻ പറയും, അച്ഛൻ കൂടെ വരാമെന്നുണ്ടെങ്കിലേ ഞാൻ ഓട്ടോയിൽ അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം. ഇപ്പോഴേ ആശാൻ്റെ ഓട്ടോ ഓടിക്കുന്ന ഞാനാ. വേണ്ട കമല, എനിക്ക് 1-2 പേരെ കൂടെ കാണാനുണ്ട്, നീ കുട്ടികളെ സൂക്ഷിച്ച് കൊണ്ടുപോയി ആക്ക് എന്നിങ്ങനെ രാഘവേട്ടൻ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ 2 പേര് ടാറ്റ അച്ചാച്ച എന്നും പറഞ്ഞ് കുഞ്ഞുങ്ങൾ രാഘവേട്ടന് മുത്തമൊക്കെ കൊടുത്തിട്ട് അവർ കമലിനോടൊപ്പം ഓട്ടോയിൽ അങ്ങ് പോവുകയാണ്. എന്തോ ഒരു മാനസിക വിഷമം രാഘവേട്ടൻ അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ കമലിന് മനസ്സിലായി. അവൻ പറയുന്നുണ്ട്, അച്ഛൻ വീട്ടിലോട്ട് പോകണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് സത്യയും പപ്പിയും കൊണ്ട് കമലൻ പോകുന്നത്. സത്യ അങ്ങനെ നടന്നകലുന്നതെന്ന് നോക്കി രാഘവേട്ടൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാഘവേട്ടന് മനസ്സിലായി വിഷ്ണുവിൻ്റെ മോളാണ് സത്യമെന്ന്. ഇനി അത് സത്യഭാമയെ അറിയിക്കാൻ രാഘവേട്ടന് കഴിയുമോ, അതോ ഇനി അതിനു മുൻപ് തന്നെ രാഘവേട്ടൻ അതെല്ലാം മറന്നു പോകുമോ എന്നുള്ളതൊക്കെയായിട്ട് നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.